നമസ്കാരം, റിയൽ ടേസ്റ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് നിൽക്കുന്നത്, പനീർ ടിക്ക മസാല. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രാജേഷ് എന്ന ഒരു ഷെഫാണ്. രാജേഷ് ചേട്ടനെ നമുക്ക് ക്ഷണിക്കാം. രാജേഷ് ചേട്ടാ, കടന്നു വരൂ. നമസ്കാരം. അപ്പം നമ്മളിന്ന് പനീർ ടിക്ക മസാലയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതൊക്കെ ഒന്ന് പറയാം. ഇവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെന്താ ഈ സാധനം? ഇത് പനീറാണ്. ഇതാണ് പനീർ. ഇത് എന്ത് ഉണ്ടാക്കുന്ന സാധനം? പാലിലാണ് ഉണ്ടാക്കുന്നത്. പാലാണല്ലേ? പാല് നമ്മൾ തിളപ്പിച്ചിട്ട് നല്ല പൊങ്ങി തിളച്ച് വരുമ്പോൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയതിനു ശേഷം ഒരു നല്ല വെള്ള തുണി എടുത്തിട്ട് ആ വെള്ളമൊക്കെ പോയതിനു ശേഷം ബാക്കിയുള്ള സാധനമാണ് പനീർ. ഓ, അത് ശരി. അത് നമ്മൾ പിഴിഞ്ഞെടുക്കും. അതിൻ്റെ വെള്ളമെല്ലാം വാർന്ന് പോയതിന് ശേഷം എടുത്ത് വെക്കുന്ന സാധനമാണ് പനീർ. അപ്പം ഇതിനെ വെച്ചാണ് ഇപ്പോൾ ഈ പനീർ സെൽവം എന്നൊക്കെ ഒരു നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനെ വെച്ചാണ് നമ്മൾ പനീർ ടിക്ക മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതിപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇവിടെ ഉണ്ട് അല്ലേ? ഇതെന്തൊക്കെയാണെന്ന് പറയുമോ? ചേരുവകൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ചാട്ട് മസാല, കസൂരി മെത്തി പറഞ്ഞാൽ നമ്മുടെ ഉലുവയില്ലേ, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്. അത് ശരി. അപ്പോൾ ഉലുവയുടെ ഇല പോലും നമ്മൾ കളയത്തില്ല. ഇത് നമ്മുടെ മല്ലിയില. പിന്നെ ഇത് തൈരാണോ? തൈര്. ഇതെന്തോ? കുറച്ച് കടലമാവ്. ഞാൻ വിചാരിച്ചു അവലേസ് പൊടിയായിരിക്കുന്നു. പിന്നെ കുറച്ച് കടലമാവ്. ഇതെന്താ സാധനം? ഇത് ടൊമാറ്റോ പൂരി. പിന്നെ ഇത് കാശ്മീർ പേസ്റ്റ്. ഓ, അത് ശരി. പിന്നെ നമുക്ക് സവാള, ഉള്ളി, പിന്നെ ബട്ടറും കൂടെ ഉണ്ട്. അതോടെ വെച്ചിട്ടുണ്ട് അല്ലേ? കുറച്ച് വെളിച്ചെണ്ണ, സൺഫ്ലവർ അല്ലേ? ഇത് ക്രീമാണ്. പിന്നെ ഇത് വലിയ സവാള, ഉള്ളി, തക്കാളി, ഈ മുളക്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇടം ആര്യങ്കാവാണ്. ആര്യങ്കാവിൽ പാലരുവി എന്ന് പറഞ്ഞൊരു മനോഹരമായ ചരിത്രപ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു അടിപൊളി റിസോർട്ടുണ്ട്. അവിടെയാണ് അവിടുത്തെ മെയിൻ ഷെഫാണ് ഈ നിൽക്കുന്നത്. പെപ്പർ ആൻഡ് ക്ലൗ എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ആദ്യം നമ്മളെന്താ ചെയ്യുന്നത്? ഇവിടുത്തെ എല്ലാം ഇങ്ങനെ പാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പനീർ ടിക്കയുടെ സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പം കത്തിച്ചേക്കാം തുടങ്ങാം അല്ലേ? എങ്കിൽ പിന്നെ കത്തിച്ചേക്കാം. ഇപ്പം കത്തിക്കണ്ട. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? സകലം പനീർ മസാലയൊക്കെ പുരട്ടി വറക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ചെയ്യാം. ഓക്കെ. ഈ പനീർ ചിക്കൻ മസാലയ്ക്ക് ആദ്യം നമ്മൾ തൈരാണ് എടുക്കുന്നത്. അതിനുശേഷം ഒരു സ്പൂണ് കടലമാവ്, ഒരു സ്പൂൺ കടലമാവ്, മഞ്ഞൾപ്പൊടി, ഒരു ശകലം പേരിന് വേണ്ടി, കുറച്ച് കസൂരി മെത്തി. അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് കസൂരി മെത്തി. പിന്നെ സകലം മുളക് പൊടി. നമ്മളെ എരിവ് വേണമെങ്കിൽ ആൾക്ക് ഇച്ചിരി കൂടുതലിടാം അല്ലേ? നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമ്മളിത് മിക്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണം അല്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ, ഇവിടെ ഈ റിസോർട്ടിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് തരം ഫുഡുകളാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മൾ നോർത്ത് ഇന്ത്യൻ ഉണ്ടാക്കാറുണ്ട്, പിന്നെ ചൈനീസ് ഉണ്ട്, പിന്നെ നമ്മൾ കേരള ഫുഡ്, എല്ലാ ഫുഡും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ? ഇപ്പം നമ്മളിവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വരുന്ന സഞ്ചാരികൾക്ക്? നമ്മൾ നോൺ വെജാണ് കൂടുതലും ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മട്ടൻ്റെ ഐറ്റം ഉണ്ട്, ചിക്കൻ്റെ ഐറ്റം ഉണ്ട്, ഫിഷ് ഐറ്റം ഉണ്ട്. മട്ടനുണ്ട്, ചിക്കനുണ്ട്, ഫിഷുണ്ട്. നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇത് മസാല റെഡിയായി. ഇനിയിപ്പം നമ്മൾ പനീർ, ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച പനീർ ഇപ്പം ഇതിനകത്തേക്ക് ഇടും അല്ലേ? ഇതിനകത്ത് ഇടട്ടെ, ഫുൾ ഇടട്ടെ. ഇതിങ്ങനെ ഇത് കട്ട് ചെയ്ത് സ്ക്വയർ ടൈപ്പ് ആണ് കട്ട് ചെയ്തെടുക്കുന്നേ? സ്ക്വയർ ടൈപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ ഈ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകുന്നില്ലേ? ഇവിടെ എത്തുന്നില്ല. അതെന്താ സാധനം? വെള്ളമില്ല, ക്രീം ഒഴിക്കുന്നത്. ഓ, അത് ശരി. മസാല ഒന്ന് എല്ലാത്തിലും പിടിക്കാൻ മിക്സ് ആവാൻ വേണ്ടി അല്ലേ? നല്ലപോലെ ഒന്ന്. ഇവിടെ നമ്മൾ ഈ റിസോർട്ടിലേ ഇവിടെ എൻ്റെ പിറകിൽ കുറേ കുന്തവും കുറച്ചക്കറും നമ്മുടെ കമ്പും ഹെൽമെറ്റും ഇതെല്ലാം ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ റിസോർട്ടിലെ അഡ്വഞ്ചർ ചെയ്യാനുള്ള സാധനങ്ങളാണ്. അത് ശരി. ശരിക്കും ഈ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് ആ വിനോദത്തിന്
പറ്റുന്ന എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു മാനേജറുണ്ട്, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കാം. അപ്പോൾ ഇദ്ദേഹമാണ് ഷമീർ, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്, എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ്. ഇത് നടന്നോട്ടെ. ഇവിടെ വരുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് തരം വിനോദങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? ഇതൊക്കെ എന്തിന്റെ ആണ്? റോപ്പിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. റോപ്പിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ ബ്രിഡ്ജ് ക്രോസിംഗ് ഉണ്ട്. അതൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടോ? അല്ല കെട്ടി വെച്ചേക്കുവാണോ? ചൈന നെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. അതെവിടെ ഇങ്ങോട്ടാ പോകുന്നത്? അത് നമുക്ക് അച്ചൻകോവിലേക്ക് പോകുന്നതുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. റോസ്മലയ്ക്ക് ട്രക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പാലരുവിയിലെ ട്രക്കിംഗ് ഉണ്ട്, അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ വരുന്ന ആളുകൾക്ക് പാലരുവിയാണല്ലോ, തൊട്ടടുത്ത് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ സൗകര്യങ്ങൾ? ഞങ്ങൾ ഇവിടുന്ന് പാക്കേജിൽ തന്നെ നമുക്ക് അവിടെ കൊണ്ടുപോയി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലാതെ ഇതിനകത്ത് തന്നെ നമുക്കൊരു കുളിക്കുന്നതിനുള്ള ഒരു പോളുണ്ട്. ഉണ്ടല്ലേ. പണ്ട് ഇവിടെ അമ്പും വില്ലൊക്കെ ഇരിക്കുന്നു. പണ്ട് ശ്രീരാമൻ വില്ല് കുറിച്ച് സീതയെ എടുത്ത പോലെ ആർച്ചറി, അത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. ഇതിന്റെ ഈ അമ്പൊക്കെ എന്ത് ചെയ്യും? അതെല്ലാം ഇവിടെ ഉണ്ടല്ലേ. അപ്പം പറ്റില്ല, അതുകൊണ്ട് ആണല്ലേ. അപ്പൊ ഇത് പക്ഷേ യുദ്ധം കളിക്കാറുണ്ട് വിശ്രമവേളകളിലൊക്കെ? നിങ്ങൾ യുദ്ധം അവർക്ക് കൊടുക്കും ആണല്ലേ. അപ്പൊ ശരിക്കും ഈ റോപ്പിന്റെ കൂടെയുള്ള അഡ്വഞ്ചർ ചേർത്തിട്ടുള്ളതാണ്. ഇതിന്റെ പാക്കേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഡേ പാക്കേജ് ആയിട്ടുണ്ട്. ഡേ പാക്കേജ് പറയുമ്പോഴത്തേക്ക് ഒരു ദിവസം 1000 രൂപയാണ് ചാർജ് വരുന്നത്. ഫുഡും ഉൾപ്പെടെയാണോ? ഉൾപ്പെടെയാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ചെയ്തു വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെന്റിലേക്ക് വേണ്ടിയിട്ട് ടെന്റ് സംവിധാനം സംവിധാനമുണ്ട്. എത്ര ടെന്റ് ഉണ്ട് ഇവിടെ? ഗ്രൂപ്പ് ടെന്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് 30 പേര് വരെ ഒരു ടൈമിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട്. എത്ര ടെന്റ് ഉണ്ട് ഓൾറെഡി ഇവിടെ? ഇപ്പോൾ നമുക്ക് 2 വലിയ ടെന്റ് ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് ടെന്റ് ആയിട്ടുള്ളത് 2, പിന്നെ ഇൻഡിവിജ്വൽ ടെന്റുകളുണ്ട്, 2 പേർക്ക് കിടക്കാൻ പറ്റുന്നത്. അത്ര സംവിധാനം ഉണ്ടല്ലേ. അതൊക്കെ റെന്റൊക്കെ എങ്ങനെയാണ്? റൂം റെന്റും കാര്യങ്ങളൊക്കെ? റൂമിന് റെന്റ് വരുന്നത് 2500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാമിലി റൂമുണ്ട്, AC റൂമുണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഫുൾ ഡേ ഒരു 10-40 പേരടങ്ങുന്ന ഒരു ടീം ഇവിടെ വന്നാൽ വരുന്ന ഒരു ടീം ആണെങ്കിൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്ത് ഫുഡും എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്നുണ്ട്. ടെന്റ് സ്റ്റേ ആണെങ്കിൽ 2500 ആണ് ഒരാൾക്ക്. പെർ ഹെഡ് 2500 ആണ്. ഞങ്ങൾക്ക് ഒരുപാട് ടീം ഇവിടെ വരുന്നുണ്ട്. 2 ദിവസം തിരക്കായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും പാലരുവിയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് കൂടി വരണം. ശരിക്കും ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ഫീൽ നമുക്കിവിടെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് തരം ഫുഡായാലും ഇവിടെ റെഡിയാക്കി തരാൻ രാജേഷേട്ടനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാജേഷേട്ടൻ്റെ ഒരു വരവ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി അല്ലേ? ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അരമണിക്കൂറിനുള്ളിൽ ഏത് ഫുഡും ചെയ്ത് കൊടുക്കും. അതിനുള്ളൊരു പുള്ളിക്കുണ്ട്. അപ്പോൾ എങ്കിൽ പിന്നെ ഞങ്ങളൊരു പാചകത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, എന്തായാലും സഹകരിച്ചതിന് ഒരുപാട് നന്ദി, സന്തോഷം. ഓക്കെ രാജേഷേട്ടാ, നമുക്ക് ഇനി പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാം നമ്മൾ കണ്ടിച്ച് റെഡിയാക്കി വെച്ചേക്കാം. ഇനിയിപ്പോൾ തക്കാളിക്ക് ഒന്ന് കണ്ടിക്കണമല്ലേ? തക്കാളിക്ക് കണ്ടിക്കണം. ഞാനിപ്പം തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ തീ കൊളുത്തുക. നമ്മൾ തീ കൊളുത്തി നമ്മൾ തുടങ്ങുക. അപ്പം ഇത് നമുക്ക് ഇപ്പം നമ്മൾ ഈ എടുത്തില്ലയോ, പനീർ എടുത്തില്ലയോ, അത് എത്ര കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു തൂക്കം, 1 കവർ പാല് അല്ലെങ്കിൽ 2 കവർ പാല്, 1 ലിറ്റർ പാലിന് നിങ്ങൾക്കൊരു മാക്സിമം 200 ഗ്രാം തൊട്ട് ഒരു 1/4 കിലോ പനീർ കിട്ടും. അത്ര കിട്ടും? ഇപ്പോൾ നമ്മൾ സൺഫ്ലവർ എണ്ണയൊക്കെ ഒഴിച്ചു. ചെറിയ കുഞ്ഞു ചരിവുണ്ടെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ചേട്ടന് എത്ര വർഷമായി ഈ പാചകരംഗത്ത്? പാചകരംഗത്ത് ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ പാചകരംഗത്താണ്. 20 വയസ്സ് തൊട്ട് തന്നെ. 20 വർഷം. ഇപ്പോൾ ഇവിടെ വന്നിട്ടേ നമ്മുടെ ഈ ഇവിടെ റിസോർട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് ഇന്നത് വേണം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഏത് വിഭവമാണ് ചേട്ടൻ്റെ മാസ്റ്റർ പീസ്? അപ്പവും ചിക്കൻ സ്റ്റവും എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്. അത് മോസ്റ്റ്ലി വരുന്നവർ എല്ലാവരും തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ മോസ്റ്റ്ലി എല്ലാവരും ചോദിക്കുന്നതാണ്. നോർത്തിൽ നിന്ന് വരുന്നവരും ചിക്കൻ സ്റ്റൂ, അപ്പം. എന്നാന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പത്തിന് ചിക്കൻ സ്റ്റൂവിനെ കുറിച്ച് അറിയാം, പക്ഷെ അവർക്ക് കഴിച്ചിട്ടില്ല. അപ്പം അത് കാരണം അവർ വന്ന് ആവശ്യപ്പെടുന്ന അതാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ചിക്കൻ കോക്കനട്ട് ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അത് ചോദിക്കാറുണ്ട്. അത് ആൾക്കാർ ഇവിടെ വന്ന് കഴിച്ചതിന് ശേഷം എല്ലാവരും അറിഞ്ഞു വന്ന് ചോദിക്കുന്നതാണ് ചിക്കൻ കോക്കനട്ട് ഫ്രൈ. അത് ശരി. ഈ മീനിൻ്റെ വിഭവങ്ങളൊന്നും? മീൻ നമ്മൾ ഷെഫ് സുരേഷ് പിള്ളയുടെ നമ്മൾ ഒരു റെസിപ്പി ചെയ്യാറുണ്ട്, ഫിഷ് നിർവാണം. ഫിഷ് നിർവാണം നല്ലൊരു ഐറ്റമാണ്. പിന്നെ
ഗ്രില്ല് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. മീനിൻ്റെ ഗ്രില്ല്. അതൊരു വെറൈറ്റി ഐറ്റം ആണല്ലേ. അത് നമ്മൾ ചെയ്ത് കൊടുക്കും. അതിനെന്ത് ടൈപ്പ് മീൻ നമ്മൾ ഉപയോഗിക്കുന്നത്? അതിന് നമ്മൾ വലിയ മീനാണ് ഉപയോഗിക്കുന്നത്. ആവോലി പോലത്തെ മീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെയ്മീനൊക്കെയാണ്. നെയ്മീൻ. പിന്നെ നമുക്ക് ചൂര. അതെ, പിന്നെ ദോശക്കല്ലിൽ നമ്മൾ ഇലയിലൊക്കെ പൊതിഞ്ഞ് നമ്മൾ പൊള്ളിച്ച് കൊടുക്കാറുണ്ട്. അത് ശരി. അപ്പം മീനിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ജോലി നോക്കിയിട്ടുണ്ടോ? ഞാനൊരു 2 വർഷം ഇറാഖിലായിരുന്നു. എടുക്കാൻ US ആർമി മിലിറ്ററി ക്യാമ്പിലായിരുന്നു. അത് ശരി. ഇപ്പം 2 സവാള അല്ലേ? 2 തക്കാളി. 2 സവാളയും 2 തക്കാളിയുമാണ്. എന്നെ നിങ്ങളുടെ ശിഷ്യനായിട്ട് ഇവിടെ നിർത്തുമോ? ഞാൻ ഇളകിയൊക്കെ തരാം. അപ്പം നല്ല ഫുഡൊക്കെ അടിച്ച് ഇവിടെ നിൽക്കാമല്ലോ. ഇനിയിപ്പോൾ എന്താ ഇടുന്നേ? ഇതിൽ നമ്മൾ മസാല ഇടാൻ പോകണം. ഇതിൽ നമ്മൾ ഒരു സ്പൂണ്, ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇടല്ലേ? എത്ര നമ്മൾ മുളക് പൊടി ഇടുന്നോ അതിൻ്റെ പകുതി മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഒത്തിരി കൂടി പോകാൻ പാടില്ല. അതിൻ്റെ മല്ലി ചവച്ചു എന്നൊക്കെ പറയും അല്ലേ? പിന്നെ നമുക്ക് ഇടാനുള്ളത് മഞ്ഞപ്പൊടിയാണ്. നല്ല പോലെ നമുക്ക് മഞ്ഞപ്പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തൊക്കെ നല്ലതല്ലേ? അതെ. അപ്പോൾ ഇനി അടുത്ത നല്ലപോലെ ഇളക്കണം. ഇത് നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ടൊമാറ്റോ പ്യൂരിയാണ് ഒഴിക്കുന്നത്. ടൊമാറ്റോ പ്യൂരി. ഇതെന്തൊക്കെയാ? ടൊമാറ്റോയും വേറെ എന്തൊക്കെയാണ് ചേർന്നേക്കുന്നത്? ഇത് ടൊമാറ്റോ നമ്മൾ സാധാ ടൊമാറ്റോ നമ്മൾ അരച്ചെടുത്താണ്. അത് ശരി. വേറെ ഒന്നുമില്ല. വെള്ളം പോലും ചേർത്തിട്ടില്ല. അടയ്ക്കാൻ പോകുന്നോ? അടച്ചു വെക്കണോ? അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ ടൊമാറ്റോ പച്ചയായ കാരണം പച്ച ചോദിക്കും. അതുകൊണ്ട് കുറച്ച് വേണമല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഇതിന് വേവട്ടെ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് എന്താ അടുത്ത പരിപാടി? നമുക്ക് ഈ പന്നീരൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ വെജിറ്റബിൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ശരി. അപ്പം അതിനുള്ള ഇത് പോവാം. എണ്ണ നമ്മൾ ഒഴിക്കണം. മസാല ചൂടായതിനു ശേഷം ഈ സവാളയും ഈ ക്യാപ്സിക്കം നേരത്തിടുമല്ലേ? ഇട്ടിളക്കുമല്ലേ? വയറ്റെടുക്കുമല്ലേ? വഴറ്റിയെടുക്കും. അപ്പോൾ ഇതിങ്ങനെ ഇത്ര വലിയ കഷ്ണമാട്ടം കിട്ടാൻ മുറിച്ചിടിയൊന്നും വേണ്ട. അല്ല, ഇങ്ങനത്തെ കഷ്ണം നമുക്ക് കഴിക്കാൻ കിട്ടും. അത് ശരി. വയറ്റിയെടുക്കുന്നത്. ആക്ച്വലി ഇത് തന്തൂരിലാണ് ഉണ്ടാക്കുന്നത്. തന്തൂരിൽ മസാല നമുക്ക് അടിച്ചിട്ട് ഇത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ബ്രൗൺ ആകണം. അത് ശരി. അന്നേരം നമുക്ക് അങ്ങോട്ട് കട്ടം ഇങ്ങോട്ട് തെറ്റാൻ പറ്റത്തുള്ളൂ. ഇതാ ഇവിടെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇളക്കൊന്നും വേണ്ടല്ലേ? ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഡണ്ണായി മസാല. ഇവിടെ നമ്മുടെ മസാല റെഡിയായിരിക്കുകയാണ് അല്ലേ? റെഡിയായി. ഇതിൽ നമുക്ക് 1-2 ചേരുവകളുണ്ട്. അതുകൂടെ നമ്മൾ ചേർക്കും. ഇതിപ്പോൾ നമ്മൾ എന്താ ഇതിലേക്ക് ഇനി അടുത്ത് ചേർക്കുന്നത്? ഇത് നിറച്ച് വെച്ചേക്കട്ടെ. എന്താ വെള്ളം ഒഴിക്കണം അല്ലേ? ഗ്രേവി കുറച്ച് ആവാൻ വേണ്ടി അല്ലയോ? ഇളക്കട്ടോ? നമുക്ക് ഒരു 2 മിനിറ്റ് അത് ഒന്ന് അടച്ചു വെച്ച് കഴിക്കണം. ഇത് അടഞ്ഞിരിക്കണം. അടച്ചു. പിന്നെ 2 മിനിറ്റ് അടഞ്ഞിരിക്കട്ടെ. അടച്ചു വെച്ചേക്കാം. അതെ, 2 മിനിറ്റ് നല്ലപോലെ അടഞ്ഞ് വെന്തിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ഓക്കെ. ഇത് ഏകദേശം നല്ലപോലെ നല്ല ഗ്രേവിയൊക്കെ സെറ്റായി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. സെറ്റായി. ഇതിൽ നമ്മൾ ഈ സംഭവമാണ് ഇടാൻ പോകുന്നത്.
പനീർ. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ എല്ലാം ഒരു പനീർ വഴറ്റി എടുക്കുമല്ലേ? അതെ. എടുത്ത നമ്മുടെ പനീർ നമ്മുടെ പനീർ വഴറ്റി എടുക്കുകയാണ്. ശരിക്കും വറുത്തെടുക്കും, ഫ്രൈ ആക്കി എടുക്കുവാണോ? ഫ്രൈ ആക്കി. ഇതടച്ചു വെക്കണോ ഇനി? കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി അടച്ച് ചെയ്യാം. നമുക്ക് പനീർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി എടുക്കുമല്ലേ? ഇതിൻ്റെ അടപ്പാണ് കേട്ടോ. ഇനി നമ്മൾ ഈ പനീർ അതിൻ്റെ ഇടാൻ പോയില്ലേ? അങ്ങനെ പനീർ ഇങ്ങനെ ഇതിൽ മാക്സിമം ആ എണ്ണയൊന്നും വരാത്ത രീതിയിൽ. അതെ, എണ്ണ നമുക്ക് ആവശ്യമില്ല. ശരിക്കും ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല അല്ലയോ? വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷായ കാരണം നമ്മൾ വെളിച്ചെണ്ണ അവിടെയാണ് ചെയ്യുന്നത്. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ വെളിച്ചെണ്ണ ചെയ്ത് കൊടുക്കും. വെളിച്ചെണ്ണ കൊടുക്കും. പിന്നെ നമുക്ക് ഒരു സംഭവം കൂടെ ചെയ്യാനുണ്ട്. ആ തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. പിന്നല്ലേ? അപ്പോൾ നമ്മുടെ നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഈ ചൂടാണെങ്കിൽ ഇപ്പോൾ കൈയിട്ട് വാരി തിന്നാൻ തോന്നുന്നുണ്ട്. ഒരു 4 ഗ്ലാസ് തക്കാളി ജസ്റ്റ് അതിൽ തന്നെ ഇട്ട് വയറ്റി എടുക്കുക. ഒരു പച്ചച്ചവ് മാറാൻ വേണ്ടി അല്ലേ? പച്ചച്ചവല്ല, ഒരു നല്ലപോലെ ഒന്ന് കരിച്ചെടുക്കേണ്ടതാണ്, സ്മോക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഒരു സ്മോക്ക് ടേസ്റ്റ് വരണം. അപ്പോൾ തക്കാളി കൂടെ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഒരു ഫൈനൽ. ഇപ്പോൾ തന്നെ കറിയെല്ലാം നല്ല റെഡിയായി, നല്ല ഗുമാന്ന് മണം അടിക്കുന്നുണ്ട്. തക്കാളി നമുക്ക് ഇനി നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇനി ചേർക്കാനുണ്ട്. അടിപൊളി. അപ്പം നമുക്ക് ചേർക്കാനുള്ളത് ക്രീമാണ്. ക്രീം ഈ സാധനം ഉണ്ടല്ലേ? മല്ലിയില ലാസ്റ്റാണ്. പിന്നെ ഇതുണ്ട് നമ്മൾ കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ്. ക്രീമും കാഷ്യൂനട്ടാണെന്ന് വെച്ചാൽ അതിപ്പം വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ലെവലങ്ങ് മാറി. ഇത് നമ്മൾ ഇനി ഇളക്കിയെടുക്കുക. എനിക്ക് വയ്യ. അടിപൊളി. നമ്മൾ 2 മിനിറ്റ് അടച്ചു വെക്കണം. ഇനി 2 മിനിറ്റ് ഇരിക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമുക്ക് തുറക്കാൻ പോവുകയാണ്. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടാകും. അടിപൊളി. നല്ല മണം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് അടിപൊളി മണം കേട്ടോ. ഇപ്പം ഇത് നമുക്ക് ഇതിലൂടെ എന്തൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും? ഏതൊക്കെ ചപ്പാത്തി നമുക്ക് കണ്ടോ? ഇതാണ് പനീർ ടിക്ക മസാല. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തിടാനുള്ളത് മല്ലിയില വിതറി കൊടുക്കണം. മല്ലിയില വാരി വിതറുക. പിന്നെ നമുക്ക് കുറച്ച് കത്തി ഇത്രയേ ഉള്ളൂ. ഇനി ഇളക്കിയാൻ വേണ്ട, ഒന്നും ചെയ്യണ്ട, അവിടെ ഇരിക്കട്ടെ. 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ ടിക്ക മസാല റെഡിയായി ഇരിക്കുകയാണ്. നമ്മുടെ രാജേഷ് ഏട്ടൻ്റെ കൈപുണ്യം നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ഒരു 2 മിനിറ്റ് വീണ്ടും ഇതൊന്ന് മൂടി വയ്ക്കുകയാണ്. ഇപ്പോൾ ശരിക്കും ഇതിന് മൂടി വയ്ക്കുന്നതിന് നമ്മളിത് മൂടി വയ്ക്കുന്നതിൻ്റെ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ അതിൽ കിട്ടാൻ വേണ്ടിയിട്ട്
കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലേ. അവസാനം ഇട്ട മല്ലിയിലയും പിന്നെ വേറെന്ത്, ഇത് നമ്മുടെ കസൂരി മെത്തിയൊക്കെ ഉരുവയുടെ ഇലയൊക്കെ അതിനകത്ത് കിടന്ന് അതിൻ്റെ ആ മണമൊക്കെ അതിൻ്റെ സുഗന്ധമൊക്കെ അതിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂടി വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിന് ശേഷം ഇതിനെ ഓപ്പൺ ചെയ്യുന്നു, ഇത് എല്ലാം ഓഫ് ചെയ്യുന്നു, നിങ്ങളെടുത്ത് കഴിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിലൂടെ ചെയ്യാൻ കഴിക്കാൻ ചേർത്ത്? നമുക്കിതിൻ്റെ കൂടെ ചപ്പാത്തി കഴിക്കാൻ പറ്റും, പൊറോട്ട, നാന്, ചോറിൻ്റെ കൂടെയും കഴിക്കാം. അടിപൊളി. ഇതാ നമ്മുടെ പനീർ ടിക്ക മസാല റെഡി. അങ്ങനെ നമ്മുടെ രാജേഷേട്ടൻ്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ള പനീർ ടിക്ക മസാല ദാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റണമല്ലേ? തീയൊക്കെ ഇപ്പം കുറയ്ക്കുമോ? ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ടിഷ്യൂ പേപ്പർ തരാം. ഇപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് ബൗളിലേക്ക് അത് മാറ്റുവാണ്. നല്ല ഗംഭീര മണം. അതിനെ കുഴുകഴാന്നിങ്ങനെ വീഴുന്ന കാണുമ്പം തന്നെ നാവിൽ കൊതി ഊറുക. ഇതാണ് നമ്മുടെ രാജേഷ് ചേട്ടൻ്റെ പനീർ ടിക്ക മസാല. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു മല്ലിയില ഒന്ന് വിതറുകയാണ്. പനീർ ടിക്ക മസാല ദാ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ രാജേഷ് ചേട്ടാ, ഇത് ഞാൻ ഒന്ന് കഴിക്കണ്ടേ? ഒന്ന് കഴിച്ചു പോകട്ടെ, കുറച്ച് മതി. അപ്പോൾ എന്തായാലും രാജേഷ് ചേട്ടൻ്റെ ഈ പനീർ ടിക്ക മസാല റെഡിയായിരിക്കുകയാണ്. ഓ, ഭയങ്കര ചൂടും, ഒരു നാക്ക് പൊള്ളിപ്പോയി. അടിപൊളി, സൂപ്പറാണ് കേട്ടോ. നമ്മുടെ രാജേഷേട്ടൻ്റെ പനീർ ടിക്ക മസാലയാണ്, ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. അങ്ങനെ നമ്മുടെ രാജേഷേട്ടൻ്റെ കൈപുണ്യം വീണ്ടും നമ്മൾ മലയാളികൾ അറിയുകയാണ്. പനീർ ടിക്ക മസാല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇതുപോലെ വ്യത്യസ്തമായ വളരെ ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിരവധി കറിക്കൂട്ടുകളുമായി അല്ലെങ്കിൽ കറികളുമായി ഡിഷുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.